ആ ഓ അപ്പോൾ നിങ്ങളത് നടത്തിക്കോളൂ എന്നാണല്ലേ? അത് നടത്തിക്കോളൂ എന്നാണല്ലേ? അത് നടത്തിക്കോളും, അതല്ലേ സിഗ്നൽ? പ്രതിപക്ഷ മുഖ്യമന്ത്രി സംസാരിക്കല്ലേ? അവിടെ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഒരു വേണ്ടത്ര നല്ല രീതിയിൽ ഷംസുദ്ദീൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ബഹളമുണ്ടാക്കി പ്രശ്നമാക്കാമെന്നാണ് ധാരണ. ഈ രീതിയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറവല്ല, കേരളത്തിൻ്റെ അവസ്ഥയുടെ സ്ഥിതിയാണ്. ഏതെങ്കിലും ചില സംഭവങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് വല്ലാതെ ഇവിടെ ക്രമസമാധാനമാകെ തകർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രമായിട്ട് വരില്ല. അതാണ് കേരളത്തിൻ്റെ അനുഭവം. അതിനെ മറ്റു തരത്തിൽ മാറ്റി തീർക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടെന്ന് മാത്രമേ എനിക്കത് സംബന്ധിച്ച് ആദ്യം പറയാനുള്ളൂ. കൊള്ളുന്നുണ്ടല്ലോ, അതല്ലേ കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രതിപക്ഷ നേതാവിനെ എഴുന്നേൽക്കുന്ന നില വന്നത്. നിങ്ങൾക്ക് ഇത്രയും ചെറിയൊരു വാചകം പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താകുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. കേട്ടോ, എവിടത്തേക്കാണ് എത്തുന്നത്? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ചെറിയ തുടങ്ങുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുകയാണല്ലോ. എന്തിനാണ് അങ്ങനെ പൊള്ളുന്നത്? സർ, ഇവിടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നത് നേരത്തെ കൊടുത്ത ഉത്തരവായിരുന്നു. അതാണ് പിന്നീട് നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുത് എന്ന ഇളവായി കോടതി മാറ്റിയത്. അപ്പോൾ ആ ഇളവ് അനുവദിക്കുന്നത് കോടതി തന്നെയാണ്. അതിനെയും പോലീസ് എതിർക്കുന്ന നില തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നെന്മാറ കേസിൽ പറഞ്ഞത് കോടതി ജാമ്യ വ്യവസ്ഥകൾ ലിഫ്റ്റ് ചെയ്തു എന്നാണ്. പക്ഷേ എപ്പോഴും ഏറ്റവും അവസാനത്തെ കോടതി ലിഫ്റ്റ് ചെയ്ത ഉത്തരവിലും കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്, ദ പെറ്റീഷണർ ഷാൽ നോട്ട് എൻ്റർ ഇൻ ടു ദ ലിമിറ്റ്സ് ഓഫ് നെന്മാറ പഞ്ചായത്ത് അൺടിൽ ദ കൺക്ലൂഷൻ ഓഫ് ട്രയൽ. ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിനകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പറഞ്ഞതുപോലെ 1.5 മാസക്കാലം അയാൾ 5 വർഷം മുമ്പ് കൊന്ന സ്ത്രീയുടെ വീടിനടുത്ത് അയാൾ താമസിക്കുകയാണ്, തൊട്ടടുത്ത്. എന്നിട്ട് അവരുടെ ഭർത്താവിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും അടക്കം 5 പേരെ കൊല്ലും എന്ന് അയാൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയാണ് 1.5 മാസക്കാലം. രാത്രിയാകുമ്പോൾ അയാൾ പുറത്തിറങ്ങി ആയുധം കാണിച്ച ആളുകളെ വരട്ടും. ഇതാണ് ഇവിടെ പറഞ്ഞത്, പ്രമേയ അവതാരകൻ പറഞ്ഞത്. ഈ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ പോയി പരാതി കൊടുത്തു, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് അയാൾ ഞങ്ങളുടെ വീടിനടുത്ത് താമസിച്ച് അയാൾ ആയുധത്തിന് മൂർച്ച കൂട്ടി അയാൾ ആയുധവുമായി പുറത്തിറങ്ങി നടക്കുന്നു എന്ന് പരാതി കൊടുത്തിട്ട് 1.5 മാസക്കാലം നിങ്ങളുടെ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. കോടതി പോണെങ്കിൽ കോടതി പോയി ജാമ്യ വ്യവസ്ഥകൾ ലിഫ്റ്റ് ചെയ്ത് മാറ്റി അയാളെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിച്ചോ പോലീസ്? 1.5 മാസക്കാലം ഒരു സ്ത്രീയെ കൊന്ന കേസിലെ കൊലപാതകി തൊട്ടടുത്ത വീട്ടിൽ വന്ന് ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ വരെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ എവിടെയായിരുന്നു ഈ പോലീസ്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയണം. മാത്രമല്ല, ഇത് ഗുണ്ടകളുടെ വിഹാരരംഗമാണ് കേരളം. പോലീസിന്റെ റിപ്പോർട്ട് തന്നെ 2000-ലധികം ഗുണ്ടകൾ കേരളത്തിൽ സ്വൈരവിഹാരം നടത്തുന്നു എന്നാണ്. കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഗുണ്ടകളുടെ സമ്മേളനങ്ങളാണ്. ഇനി പോലീസ് സ്റ്റേഷൻ നമ്മൾ ഏരിയ സമ്മേളനവും KPCC അല്ല, ഏരിയ സമ്മേളനവും ലോക്കൽ സമ്മേളനവും നടക്കുന്നത് പോലെ അല്ല. ഗുണ്ടകൾ സമ്മേളനം നടത്തുകയാണ്. ഞാൻ പറയാം, ഇനി ഗുണ്ടകൾ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ സമ്മേളനം നടത്തട്ടെ.
റൂറൽ SP-യുടെ കീഴിലുള്ള ഏരിയയിൽ ഒരുമിച്ച് കൂടട്ടെ, സംസ്ഥാന സമ്മേളനം നടക്കട്ടെ. എല്ലാ സ്ഥലത്തും ഗുണ്ടകളുടെ യോഗങ്ങൾ നടക്കുകയാണ്.